ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വി.കെ. കരീം സംവിധാനം ചെയ്ത് മെയ് 9 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ആരോ. ജോജോ ജോർജ്, കിച്ചു ടെല്ലസ്, അനുമോൾ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. കേരളത്തിലെ 120ഓളം സ്ക്രീനുകളിൽ പ്രദർശനത്തിനെത്തിയ ഈ സിനിമയുടെ വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ ദിവസമായ വ്യാഴാഴ്ച ഈ ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 4 ലക്ഷം രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 5 ലക്ഷം രൂപയുമാണ് നേടിയത്. മൂന്നാം ദിവസമായ ശനിയാഴ്ച 6 ലക്ഷം രൂപയും നാലാം ദിവസമായ ഞായറാഴ്ച 6,50,000 രൂപയുമാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ഈ ചിത്രം 21,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ദ്രജിത്ത് നായകനായി അരുൺ ബോസ് സംവിധാനം ചെയ്ത് മെയ് 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ. ശ്രുതി രാമചന്ദ്രൻ, സർജാനോ ഖാലിദ്, വിൻസി അലോഷ്യസ് എന്നിവർ കൂടി അഭിനയിച്ച ഈ സിനിമ കോക്കേഴ്സ് ഫിലിംസ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. 4 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കളക്ട് ചെയ്തത് 10 ലക്ഷം രൂപയായിരുന്നു. രണ്ടാം ദിവസമായ ശനിയാഴ്ച ഈ ചിത്രം കളക്ട് ചെയ്തത് 14 ലക്ഷം രൂപയും മൂന്നാം ദിവസമായ ഞായറാഴ്ച കളക്ട് ചെയ്തത് 16 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ 40 ലക്ഷം രൂപ ഈ ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. മെയ് 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മൂന്നാമത്തെ മലയാള സിനിമ സജു സംവിധാനം ചെയ്ത പെരുമാനി ആണ്. സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ലുക്മാൻ ലുക്കു, ദീപ തോമസ്, രാധിക രാധാകൃഷ്ണൻ എന്നിങ്ങനെ മികച്ച ഒരു താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. ഫിറോസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് 3,50,00,000 രൂപയാണ്. ചിത്രം ആദ്യ ദിവസമായ വെള്ളിയാഴ്ച 60,000 രൂപയും രണ്ടാം ദിവസമായ ശനിയാഴ്ച 80,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. മൂന്നാം ദിവസമായ ഞായറാഴ്ച 1,10,000 രൂപ കളക്ട് ചെയ്ത് 2,50,000 രൂപയാണ് ഈ ചിത്രത്തിന്റെ 3 ദിവസത്തെ ഗ്രോസ് കളക്ഷൻ. ദിലീപ് നായകനായ നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർടേക്കർ എന്ന സിനിമയുടെ 17 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 8 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി 7,80,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഷെയർ വിഹിതമായി നിർമ്മാതാവായ ദിലീപിന് ലഭിക്കുന്നത് 3,40,00,000 രൂപയാണ്. ചിത്രം 17 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 11,60,00,000 രൂപയുമാണ്. തിയേറ്റർ കളക്ഷനിൽ ആവറേജ് വിജയം നേടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതേസമയം ബിസിനസ് വഴി നിർമ്മാതാവിന് ലാഭം നേടിയെടുക്കാനായിട്ടുണ്ട്. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ 13 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 9,20,00,000 രൂപയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 18,60,00,000 രൂപയുമാണ്. ഈ 5 സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.